ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് 28-ാം ഓണമായിട്ട് ഓച്ചിറ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ആകെ ഒറ്റ കുടയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി നിൽക്കുകയാണ് ഗൈസ്. ഒരുപാട് ആളാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കെട്ടുകാഴ്ച കാണാൻ വരുന്നത്. നമുക്കിത്ര അടുത്തായിട്ടും ഞങ്ങൾ ഈ വൃശ്ചിക മാസത്തെ പരിപാടിക്ക് വരുമായിരുന്നു. ഈ 12 ദിവസത്തിൽ ഒരിക്കലെങ്കിലും വരുമായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. വന്നപ്പം തന്നെ നല്ല മഴ, പിന്നെ ചില ആളുകളെയൊക്കെ ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നേരെ ശരിക്കും കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള സങ്കടമായിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ഇത്രയും കാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഇത്രയും വലിപ്പമുള്ളത്. നമ്മളുടെ നാട്ടിൽ മറുതാശാലയിലൊക്കെ ഇങ്ങനെ കാളകെട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിപ്പമുള്ള കാളയില്ല കേട്ടോ. ഞാൻ ആകെ എക്സൈറ്റഡ് ആയിപ്പോയി. ഞാൻ മാത്രമല്ല, വീട്ടിലുള്ളവരെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ നൈറ്റ് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ അതാണ് ഞങ്ങൾ രാവിലെ തന്നെ എത്തിയത്. ഇന്നലെ വന്നതിൽ കുറച്ചുകൂടി അടിച്ചു പൊളിക്കായിരുന്നു. ഉത്സവം എന്ന് പറഞ്ഞാലേ ഈ നൈറ്റല്ലേ അടിപൊളി. അപ്പോൾ അതൊക്കെ മിസ്സായി. എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാവിലെ വന്നാൽ ഇന്നലത്തേക്കാളും ഭയങ്കര ആളാണ്. പിന്നെ കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ട് കാളകളുണ്ട്, കുഞ്ഞു കാളകളുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ വഴിപാടാണ് കേട്ടോ. പിന്നെ ശരിക്കും ഇവിടെ 52 കരയാണുള്ളത്. ഓച്ചിറ അമ്പലം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മഹാദേവൻ്റെ അമ്പലം പോലെയല്ല. ഇവിടെ ഇരിക്കുന്നത് പരബ്രഹ്മമൂർത്തിയാണ്. ഒരു പാട്ട് കേട്ടിട്ടില്ലേ, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ നിന്ന്. അപ്പോൾ ആ പരബ്രഹ്മമുള്ള മണ്ണാണ് ഓച്ചിറ. അതുപോലെ തന്നെ അമ്പലങ്ങളില്ല, എല്ലാം ആൽത്തറകളാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള മണ്ണാണ് ഓച്ചിറ. അപ്പോൾ ഇവിടുത്തെ കെട്ടുകാഴ്ചകൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടുകാള മഹോത്സവമാണ് ഓച്ചിറയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ കുറേ VIP ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാളയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണിലെയാണ്. കാലഭൈരവൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ വന്നപ്പം തൊട്ട് പൊമ്മോ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നമ്മുടെ കാലഭൈരവൻ എന്ന്. ഞങ്ങൾ ഇന്നേ വരെ ആളിനെ കണ്ടിട്ടില്ല, പക്ഷെ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ പൊമ്മോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊമ്മനെ പോലെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഞങ്ങൾക്കും കാലഭൈരവനെ കാണാൻ. അപ്പോൾ നമ്മൾ ഓരോ കാളയെ നോക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, പേരൊക്കെ നോക്കും. അതുപോലെ തന്നെ എല്ലാ കാളകൾക്കും പേരുണ്ട് കേട്ടോ. അത് നല്ല സ്റ്റൈലിഷ് നെയിംസ് ഒക്കെയാണ്. രുദ്രൻ, ദിഗംബരൻ, ഭൈരവൻ, അങ്ങനെയൊക്കെ. അങ്ങനെ നോക്കി ഞങ്ങൾ ഈ വഴിയിലൂടെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അവിടെയും ഉണ്ട് ഒരുപാട് കെട്ടുകാഴ്ചകൾ. നമ്മുടെ അമ്പലത്തിൻ്റെ മുക്കിലും മൂലയിലും കെട്ടുകാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ദേ നിൽക്കുക നമ്മുടെ കാലഭൈരവൻ. എന്ത് രസമാണെന്ന് പറയുന്നതിനെ കാണാൻ. ഭയങ്കര വലിപ്പമാണ്, ഭയങ്കര ഭംഗിയാണ്. അതുപോലെ തന്നെ നാട്ടുകാർ മൊത്തം ഇതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ തന്നെ ഭയങ്കര പ്രയാസമാണ്. ഒന്നാമത് ഇതിനെ നമ്മളുടെ ഫോണിൽ കിട്ടാൻ പാട്, രണ്ടാമത് ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. ആളോടൊരു സെൽഫി എടുക്കാനോ ആളുടെ ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം ഇത് വീഴുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാണാത്ത എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഈ പ്രാവശ്യം ഇത് കാണാൻ പറ്റി. അപ്പോൾ ഭയങ്കര സന്തോഷം. ഭൈരവൻ്റെ ഭംഗി കണ്ടു നിന്നപ്പോൾ അടുത്തൊരു ഐസ്ക്രീംകാരൻ വന്നു കേട്ടോ. അന്ന് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിക്കട്ടെ ഗൈസ്. അപ്പം ഞങ്ങൾ ചോക്കോബാറൊക്കെ കഴിച്ച് നോക്കിയ ഒരു കെട്ടുകാഴ്ചയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പേര് കാണാൻ നമുക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്, അത് ഏത് കാളയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അത് വജ്ര തേജോമുഖനാണ് കേട്ടോ. അതിൻ്റെ ആ പേര് പോലെ തന്നെയാണ്. എന്തൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു കെട്ടുകാഴ്ചയൊക്കെ, ഒരു ഭംഗിയുണ്ട് അതിനെ കാണാൻ. അപ്പോൾ അത് കണ്ടു. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ദേ ഈ കാളയെ കണ്ടോ. ഇത് ശരിക്ക് വെള്ളിയാണോ എന്നറിയത്തില്ല, ഒരു വെള്ളി കളറിലെയാണ് ഈ ഒരു കെട്ടുകാഴ്ച കണ്ടോ. കൂടെ ശിവലിംഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഭാഗത്ത് കെട്ടുകാഴ്ചകളൊക്കെ കാണാം. ആത്മസമർപ്പണമായ അലങ്കാര സ്വരൂപം ഇത്. ആദരിക്കുമ്പോൾ കാണുന്ന കണ്ണുകൾക്ക് കാഴ്ചയുടെ തങ്ക വിസ്മയം സമ്മാനിച്ചെഴുന്നള്ളി വരും അവൻ. ഞങ്ങളങ്ങനെ കപ്പലണ്ടിയൊക്കെ കുറച്ച് ഉത്സവപ്പറമ്പുകൾ നടക്കുകയാണ് ഗൈസ്. പിന്നെ വലിയ വെയിലും കാര്യങ്ങളും ഒന്നുമില്ല. ആദ്യമേ ഒരു മഴയൊക്കെ പെയ്തുകൊണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കെട്ടുകാഴ്ചകൾ കിടക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോന്നും കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ.
കെട്ടുകാഴ്ചകളെല്ലാം തന്നെ ഒരു ജോഡി കാളകളാണ്. അതിൻ്റെ വലിപ്പത്തിൽ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുള്ളൂ. ഇനി മേ ബി അതിൻ്റെ പ്രത്യേകതകൾ കാണാം. അത് ആ കരയിലുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഇവിടുത്തുകാർക്ക് മാത്രമേ അതിനെപ്പറ്റി ഡീപ്പായി അറിയത്തുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്നത് ഇനി ഇവിടുത്തെ ഐതിഹ്യമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഞാനത് പണ്ട് ഐതിഹ്യമാലയിൽ വായിച്ചതാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഐതിഹ്യമാല ഫുള്ള് വായിച്ചിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനത് നോക്കാറുണ്ട് കഥകളൊക്കെ. അപ്പോൾ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. പണ്ടൊരു ഇല്ലത്തൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു. നമ്പൂതിരിക്കൊരു ബാല്യക്കാരനുണ്ടായിരുന്നു, ചാത്തൻ. അകവൂർ ചാത്തൻ എന്നാണ് ശരിക്കുള്ള പേര്. ഈ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ വലിയ പരബ്രഹ്മമൂർത്തിയുടെ ഭക്തനായിരുന്നു. അപ്പോൾ എന്നും രാവിലെ എണ്ണീറ്റ് പരബ്രഹ്മമൂർത്തിയെ ധ്യാനിക്കുകയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഒരിക്കൽ ചാത്തൻ ചോദിക്കും, അങ്ങനെ എങ്ങനെയാണ് ഈ പരബ്രഹ്മമൂർത്തി ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇവന് ബാല്യക്കാരനല്ലേ, അപ്പോൾ കുറച്ച് പുച്ഛത്തോടെയും ഒന്ന് കളിയാക്കിയും പുള്ളിക്കാരൻ പറഞ്ഞു, ഇതേ നമ്മുടെ മാടമ്പോത്തിനെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഈ പാവം ഇതെല്ലാം വിശ്വസിച്ചിട്ട് പരബ്രഹ്മമൂർത്തിയെ ധ്യാനിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു മാടപ്പോത്ത് ഈ ചാത്തൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ചാത്തൻ വിചാരിക്കുന്നത് ഈ നമ്പൂതിരിയുടെയാണ്. അന്ന് തൊട്ട് ഈ ചാത്തൻ ഇതിനെ ശുശ്രൂഷിക്കുന്നുണ്ട്. അതിന് വേണ്ട പുല്ല് പറിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചാത്തന് മാത്രമേ ഈ മാടമ്പോത്തിനെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ നമ്മുടെ നമ്പൂതിരിയും ചാത്തനും എങ്ങോ വേലയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭാഗത്തൂടെ വരികയായിരുന്നു. അതെ, ഇപ്പം തന്നെ കണ്ടില്ലേ, ഇത് കണ്ടമാണ്. പണ്ട് ഈ ഭാഗം മൊത്തം വയലായിരുന്നു. അതുപോലെ ഇവിടെ ഒരേ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്പൂരി, പുറകെ ചാത്തൻ, ഏറ്റവും ബാക്കിൽ നമ്മുടെ മാടമ്പോത്ത്, അങ്ങനെയാണ്. അപ്പോൾ ഈ വാതിൽ കൂടി ആദ്യം നമ്പൂതിരി ഇറങ്ങി, പിന്നെ ചാത്തൻ ഇറങ്ങി. പക്ഷേ മാടമ്പോത്തിന് മാത്രം ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം അതിൻ്റെ വലിയ കൊമ്പ് കാരണം. അപ്പോൾ ഈ ചാത്തൻ തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കും, നിനക്കെന്താ പറ്റാത്തേ, നിനക്കെന്താ കയറാൻ വയ്യ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം നമ്പൂരി നോക്കുമ്പോൾ ഇവൻ തിരിഞ്ഞ് നിന്ന് ആരോടോ വർത്തമാനം പറയുന്നു. അപ്പം ചോദിക്കും, നീ ആരോടാണ് ഈ വർത്തമാനം പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ നമ്മുടെ മാടമ്പോത്തിനോട് വർത്തമാനം പറയുന്നതെന്ന് പറയും. അപ്പോൾ നമ്പൂരി കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്പൂരിക്കൊരു സംശയം തോന്നി. അങ്ങനെ ഈ ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കി. അപ്പോഴാണ് നമ്പൂരി ഈ പോത്തിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്പൂരി കണ്ടെന്നറിഞ്ഞപ്പോൾ ഈ പോത്ത് ഒരു ചിറയിലേക്ക് അങ്ങ് ഓടിക്കയറും. ആ ചിറയാണ് പോത്തിൻ ചിറ. ആ പോത്തിൻ ചിറയാണ് പിന്നീട് അത് ഓച്ചിറയായി മാറിയത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കഥ. ഇനിയിപ്പോൾ ഇവിടെ മാത്രം കാണുന്ന ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവരിങ്ങനെ കൊട്ടിപ്പാടും. ഇതിൻ്റെ കറക്റ്റ് പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വേലമ്പാട്ടെന്നാണ്. അത് തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവരിങ്ങനെ നമ്മളെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട വഴിപാടുകൾ പറഞ്ഞു തരും. കൺദോഷമൊക്കെ മാറുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പൊമ്മോൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവളുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കൊരാഗ്രഹം. അപ്പം ഞാനും അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഒരു സന്തോഷം. ഇതിന് തൊട്ടടുത്തൊരു ആൽത്തറയാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ അമ്പലങ്ങളില്ല, എല്ലാ ആൽത്തറകളാണെന്ന്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് തൊഴാൻ പോയി. അപ്പോൾ ഞാനവരെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ അവിടെ ഒരു കാളയെ ഒരുക്കി നിർത്തിയേക്കുന്നു. നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ ഇതുപോലെ ഒരുപാട് കാളകളെ ഒരുക്കി നിർത്താറുണ്ട്. ശരിക്കും ഭഗവാന്റെ വാഹനമാണല്ലോ കാളകൾ. അപ്പം നമുക്ക് അവരെ ചെന്ന് തൊട്ട് തൊടാനൊക്കെ പറ്റും. കണ്ടോ, ഒരുപാട് കാളകളുണ്ട്. നമ്മൾ കെട്ടുകാളകളെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ മമ്മിയുടെ ഏരിയ എത്തിയിട്ടുണ്ട്. ചെടികളാണ്, എവിടെ കണ്ടാലും ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഒന്നും വാങ്ങിച്ചില്ല പുള്ളിക്കാരി, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. എവിടെ നോക്കിയാലും കെട്ടുകാഴ്ച കാണുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഇനി കണ്ട് വീട്ടിലോട്ട് അങ്ങനെ പോകാൻ വേണ്ടിയാണ് കേട്ടോ. ഓച്ചിറയുടെ മണ്ണിലിതാ ആഘോഷമായി ഓച്ചിറയുടെ മണ്ണും വിണ്ണും ഒരേ മനസ്സോടെ നടന്ന് കുറച്ചൊക്കെ ക്ഷീണിച്ചു കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എൻ്റെ നെറ്റി കിടക്കുന്നത് കണ്ടോ, അത് ഇവിടുത്തെ പ്രസാദമാണ്. ഇവിടെ ചെളിയാണ് കേട്ടോ പ്രസാദം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു അമ്മച്ചി ഭയങ്കര ഡാൻസ്. അപ്പോൾ കുറച്ച് നേരം അതിങ്ങനെ കണ്ടുകൊണ്ട് നിന്ന്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം കുറച്ച് കമ്മലൊക്കെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കമ്മലൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ടയേർഡൊക്കെ ആയതുകൊണ്ട് ഒന്നും എടുത്തില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം കുറച്ച് പാവകളൊക്കെ കണ്ട്. ഞങ്ങൾ മോനൂട്ടിന് വേണ്ടി ഒരു പാവയെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പം അവന് പറ്റിയൊന്നും കണ്ടില്ല. അപ്പം പിന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി എന്തോ വാങ്ങിക്കണമെന്നുള്ളത്. പിന്നെ ഇത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മമ്മി ഇതെടുക്കുമെന്ന്. പക്ഷേ അതും മമ്മിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ്. ഈ ചെറിയ ബോയ്സിനെ അവർക്ക് ഈ കാറും വണ്ടി അതൊക്കെയാണല്ലോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അവന് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോൾ ഈ ചെണ്ട കണ്ടു. അപ്പം മമ്മി പറഞ്ഞു ഇത് എന്തായാലും അവൻ ഇഷ്ടപ്പെടും. അപ്പം ഞങ്ങൾ അതിങ്ങനെ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നാളെ വരുമ്പോൾ അവന് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ ചെറുക്കന് ചെണ്ടയൊക്കെ ആയി. ഇപ്പം നമ്മൾ ഏകദേശം ആദ്യത്തെ ആൽത്തറയുടെ അടുത്തെത്തി.
ഇതാണ് ആദ്യത്തെ ആൽത്തറ. ഇവിടെ ഗണപതിയാണ് ഇരിക്കുന്നത്. അപ്പം ഗണപതി ഒന്നുകൂടെ തൊഴുതിട്ട് നേരെ അങ്ങോട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കെട്ടുകാഴ്ചകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളും കാണാത്തതിൻ്റെ ഒരു വിഷമം മനസ്സിൽ എവിടെയോ ഉണ്ട്, എങ്കിലും ഇന്ന് കാണാൻ പറ്റിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സന്തോഷം. അപ്പോൾ എല്ലാത്തിനും ഞങ്ങൾ ഓച്ചിറ വലിയച്ഛനോട് നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.